ഇപ്പോൾ CPI ആലപ്പുഴ ജില്ലാ കൗൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം. ബിനോയ് വിശ്വം പോരാ എന്നുള്ള ഒരു വിമർശനം ഉണ്ടായി എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. സെക്രട്ടറി എന്ന നിലയിൽ നിലപാടുകൾക്ക് ശക്തിയില്ല എന്നാണ് പറയുന്നത്. മുൻ സെക്രട്ടറിമാരെ അപേക്ഷിച്ച് മോശം പ്രവർത്തനം എന്നും CPI ആലപ്പുഴ ജില്ലാ കൗൺസിൽ രൂക്ഷ വിമർശനമുണ്ട്. ഒപ്പം തന്നെ ഹരിപ്പാട് കാലുവാരി AYF സംസ്ഥാന സെക്രട്ടറി മത്സരിച്ച മണ്ഡലത്തിൽ യുവാക്കൾ പ്രവർത്തനത്തിന് ഇറങ്ങിയില്ല എന്നുള്ള ഒരു വിമർശനമുണ്ട്. കോൺഗ്രസിനും BJPക്കും യുവാക്കൾ ധാരാളമായി ഇറങ്ങി എന്നും പറയുന്നുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി വരുന്നുണ്ട്. അശ്വിൻ, CPI ആലപ്പുഴ ജില്ലാ കൗൺസിൽ യോഗം നടക്കുകയായിരുന്നു. അതിൽ ഈ സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ അതിരൂക്ഷ വിമർശനമുണ്ട്. മുൻ സെക്രട്ടറിമാരെ അപേക്ഷിച്ച് പ്രവർത്തനം പോരാ എന്ന് പറയുന്നുണ്ടല്ലോ. അനൂപ്, തെരഞ്ഞെടുപ്പിലുണ്ടായ വൻ പരാജയത്തിന് ശേഷം ആദ്യമായാണ് CPI ആലപ്പുഴ ജില്ലാ കൗൺസിൽ ഇന്ന് ചേർന്നത്. അതിൽ ജില്ലാ നേതൃത്വത്തിനും അതിനോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിനും അതിരൂക്ഷ വിമർശനമാണ് പാർട്ടി ജില്ലാ കൗൺസിൽ അംഗങ്ങൾ ഇന്ന് ഉയർത്തിയത്. അതിൽ ഏറ്റവും ശക്തമായ വിമർശനം ബിനോയ് വിശ്വത്തിനെതിരെയാണ്. മുൻ സെക്രട്ടറിമാരായ കാനം രാജേന്ദ്രൻ അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങൾ എടുത്തുകാട്ടിക്കൊണ്ടായിരുന്നു ബിനോയ് വിശ്വത്തെ ജില്ലാ കൗൺസിൽ ഇന്ന് ശക്തമായി എതിർത്തത്. മുൻ സെക്രട്ടറിമാരെ അപേക്ഷിച്ച് ബിനോയ് വിശ്വത്തിന്റെ നിലപാടുകൾക്ക് വ്യക്തതയോ ശക്തിയോ ഇല്ല എന്നുള്ളതാണ് ജില്ലാ കൗൺസിൽ അംഗങ്ങൾ ഇന്ന് പ്രധാനമായി വിമർശിച്ചത്. കാര്യങ്ങൾ വേണ്ട സമയത്ത് പൊതുസമൂഹത്തിൽ പറയാൻ ബിനോയ് വിശ്വത്തിനാവുന്നില്ല. അതിന് ഉദാഹരണമായി കൗൺസിൽ അംഗങ്ങൾ ഉയർത്തിക്കാണിക്കുന്നത് ആശാ സമരത്തിലെ നിലപാടാണ്. ആദ്യം CPIയുടെ നിലപാട് പറയാൻ ബിനോയ് വിശ്വം തയ്യാറായില്ല. അതിനുശേഷം തിരഞ്ഞെടുപ്പിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയ ശേഷമാണ് എന്താണ് ആശാ സമരത്തിൽ CPIയുടെ നിലപാട് എന്ന് പറയാൻ പോലും ബിനോയ് വിശ്വം തയ്യാറായത്. ഇത് പാർട്ടിയെ പൊതുസമൂഹത്തിൽ പര്യാപ്തമാക്കുന്നതിന് ഇടവരുത്തി എന്നുള്ളതാണ് വിമർശനം. മുൻ സംസ്ഥാന സെക്രട്ടറിമാർ ഇങ്ങനെ ആയിരുന്നില്ല. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിൽ അപ്പോൾ തന്നെ നിലപാട് പറയുന്നതിൽ പാർട്ടിയുടെ മുൻ നേതൃത്വം വിജയമായിരുന്നു. ഇപ്പോൾ അത് പരാജയമായി മാറി എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം, രമേശ് ചെന്നിത്തല ജയിച്ച ഹരിപ്പാട് മണ്ഡലത്തിൽ CPIയുടെ AYFന്റെ സംസ്ഥാന സെക്രട്ടറി ആണ് മത്സരിച്ചത്. അവിടെ ഉണ്ടായ കനത്ത പരാജയത്തിൽ CPIക്കും AYFനും പങ്കുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. AYFിലെ പ്രധാന നേതാക്കളും പ്രവർത്തകരും തന്നെ ഹരിപ്പാട് മണ്ഡലത്തിൽ പാർട്ടിയെ കാലുവാരി എന്ന വിമർശനമാണ് ജില്ലാ കൗൺസിലിൽ പ്രധാനമായി ഉന്നയിച്ചത്. യുവാക്കൾ AYFന്റെ സംസ്ഥാന സെക്രട്ടറി മത്സരിച്ചിട്ട് പോലും YFന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരോ നേതാക്കളോ മണ്ഡലത്തിൽ പ്രവർത്തനത്തിന് ഇറങ്ങിയില്ല എന്ന വിമർശനം YFൽ നിന്ന് തന്നെയുള്ള ആളുകളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം കോൺഗ്രസിനും BJPക്കും നിരവധി യുവാക്കൾ പ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോൾ CPIക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വന്നു എന്ന പരിഭവമാണ് ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ നിന്ന് യുവാക്കൾ അകന്നു പോകുന്നു എന്നുള്ള കാര്യങ്ങളടക്കം ഉയർത്തിക്കൊണ്ടാണ് സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന് അടക്കം ശക്തമായ വിമർശനം ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ചേർത്തലയിലെ വിജയത്തിന് CPI സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ മികവാണ് പ്രധാനമായും ഘടകമായത്. P പ്രസാദിന്റെ വ്യക്തിപ്രഭാവത്തിനപ്പുറത്തേക്ക് ചേർത്തല മണ്ഡലത്തിലും CPIക്ക് ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന ചേർത്തലയിൽ നിന്നുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനമാണ്. ബിനോയ് വിശ്വത്തിനെതിരെ എന്തായാലും ശക്തമായ ഒരു വിമർശനം അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. നിലപാട് പറയുന്നതിൽ പിറകോട്ട് പോയി എന്നുള്ളതാണ് വലിയ വിമർശനം. ഒപ്പം തന്നെ AYFന്റെ വിമർശനം എന്ന് പറയുന്നത് യുവാക്കൾ ഒപ്പമില്ല, യുവാക്കൾ ഇറങ്ങിയില്ല പ്രവർത്തനത്തിന് എന്നുള്ള ഒരു വലിയ വിമർശനം കൂടി AYFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.